എന്താടാ അവിടെ? അജി എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. ത്രിലോക് പുറകെയും. ആളുകളെ വഴിഞ്ഞുമാറ്റി ചെല്ലുമ്പോൾ ഗ്രീഷ്മ ഉച്ചത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. വൈദേഹി അതിന് തിരിച്ചും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ആളുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ? ത്രിലോക് ഉച്ചത്തിൽ ചോദിച്ചതും ഗ്രീഷ്മ കരഞ്ഞുകൊണ്ട് ത്രിലോകിന്റെ അടുത്തേക്ക് ചെന്നു. ത്രിലോക് സീ ദിസ്. ഗ്രീഷ്മ കൈയില്ലാതെ മാറിന് കുറുകെ ധരിച്ച തന്റെ വൈറ്റ് ടോപ്പ് കാണിച്ചു. അതിലൊരു നനവുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ധരിച്ചത് വ്യക്തമായി കാണാം. ത്രിലോക് ഒന്ന് നോക്കിയതും വേഗം നോട്ടം മാറ്റി. വൈദേഹി അപ്പോൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ പറ്റി? തികച്ചും ശാന്തമായി അവൻ ചോദിച്ചു. സി ഇവൾ സി ഇവളാണ് ചെയ്തത്. ഗ്രീഷ്മ വൈദേഹിക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാനല്ല, ജ്യൂസ് എടുത്തപ്പോൾ വെയിറ്ററുടെ കൈതട്ടിയതാ. അപ്പോൾ എൻ്റെ കൈതട്ടി ആ ജ്യൂസ് ഡ്രസ്സിലേക്ക് വീണു. സോറി സർ, എൻ്റെ മിസ്റ്റേക്കാണ്, സ്ലിപ്പായതാണ്. വെയിറ്റർ തലകുനിച്ചു. ഇറ്റ്സ് ഓക്കെ, സേ സോറി. സോറി. വെയിറ്റർ ഗ്രീഷ്മയോട് സോറി പറഞ്ഞപ്പോൾ അവളൊന്ന് പുച്ഛിച്ചു. യൂഗോ. വെയിറ്റർ തലയാട്ടി അവിടെ നിന്നും പോയി. അപ്പോളജൈസ് ടു ഹെർ. ത്രിലോക് പറഞ്ഞതും വൈദ്യു ഞെട്ടലോടെ മുഖമുയർത്തി. ഗ്രീഷ്മ പുച്ഛത്തോടെ നിന്നു. ഗ്രീഷ്മ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അവളോട് മാപ്പ് പറയാൻ. ത്രിലോക് ഗൗരവത്തിൽ പറഞ്ഞതും ഞെട്ടിയത് ഗ്രീഷ്മയാണ്. ഞാനോ? ഞാനെന്തിന്? സേ സോറി. ത്രിലോകിൻ്റെ സ്വരം വീണ്ടും കടുപ്പം കൂടി. പിന്നെ കണ്ണിൽ കണ്ടവളുമാരോട് സോറി പറയലല്ല എൻ്റെ പണി. അതിന് രവി തിലകൻ്റെ മകൾ ഗ്രീഷ്മ ഒന്നുകൂടെ ജനിക്കണം. ഗ്രീഷ്മ ദേഷ്യത്തിൽ പറഞ്ഞതും ത്രിലോക് കണ്ണടച്ച് നിയന്ത്രിച്ചു. രവി അത് കണ്ട് വേഗം ഗ്രീഷ്മയുടെ അടുത്തെത്തി. മോളെ, സോറി പറഞ്ഞേക്ക്. അപ്പയൊന്ന് പോകുന്നുണ്ടോ? ഇവളൊക്കെ ഏതോമാർക്ക് കൂട്ടിയെടുക്കാൻ വന്നതാണെന്ന് ആർക്കറിയാം. പറഞ്ഞു മുഴുവിപ്പിച്ചതും ഗ്രീഷ്മയുടെ കവിൾ തകർന്നു പോകുന്ന പോലെ തോന്നി. തല പെരുക്കുന്നു. കണ്ണുകൾ ചുറ്റിലും പാഞ്ഞു. രവിയും ഭാര്യയും ഗ്രീഷ്മയെ വേഗം താങ്ങിപ്പിടിച്ചു. ത്രിലോക് വീണ്ടും തല്ലാനോങ്ങിയതും രവി തടഞ്ഞു. TJ പ്ലീസ്. അജിയും അവൻ്റെ തോളിൽ കൈവച്ചു. ഗ്രീഷ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ത്രിലോകിനെയും വൈദേഹിയും ദേഷ്യത്തിൽ നോക്കി. നിന്റെ തലതെരിപ്പ് മാറിയോ? ത്രിലോക് ചോദിച്ചതും ഗ്രീഷ്മയുടെ കണ്ണുകൾ അവനിൽ തന്നെ വലയം ചെയ്തു. ദേഷ്യം വന്ന് ചുവന്ന മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ത്രിലോക് കണ്ണു നിറച്ചു നിൽക്കുന്ന വൈദേഹിയുടെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. ഷീസ് മൈ വൈഫ്, വൈദേഹി ത്രിലോക് ജാദവ്. പിന്നെ ഇവൾ എനിക്ക് മാത്രമേ കൂട്ടിക്കിടന്നിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നതും ഈ ത്രിലോകിൻ്റെ കൂടെ തന്നെയായിരിക്കും. ത്രിലോക് ചുറ്റും നോട്ടം വായിച്ചു. ഇനിയും കിടക്കുന്നതും ഈ ത്രിലോകിൻ്റെ കൂടെ തന്നെയായിരിക്കും. ത്രിലോക് ചുറ്റും നോട്ടം വായിച്ചു. എൻ്റെ വൈഫിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാ ഇന്നീ ഫംഗ്ഷൻ വെച്ചത്. ബോസ് വിട്ടേക്ക്. അവൻ്റെ മുഖവും സ്വരവും മാറുന്നു കണ്ടതും രവി അവൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് പറയാലോ, നിനക്കൊരു തല്ലിൽ മാത്രം ഒതുക്കിയത് നിന്റെ തന്ത തടഞ്ഞുകൊണ്ടാ. പക്ഷേ ഇനി ആ പരിഗണന കിട്ടുമെന്ന് കരുതരുത്. ത്രിലോക് വൈദ്യുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഒന്ന് നിന്നു. രവി. ത്രിലോക് വിളിച്ചതും രവി ഓടി വന്നു. ബോസ്. അയാൾ അടുത്ത് വന്ന് നിന്നു. നല്ലപോലെ പറഞ്ഞു കൊടുത്തേക്ക് മോളോട് ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന്. ത്രിലോക് അത്രയും പറഞ്ഞ് വൈദ്യുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കയറ്. ത്രിലോക് വൈദ്യുവിനോട് പറഞ്ഞിട്ട് കാറിലേക്ക് കയറി. ഒപ്പം അവളും. അവിടെ നിന്നിറങ്ങി മൂടി തന്നെയായിരുന്നു രണ്ടാളും. ഒരാൾക്ക് ദേഷ്യമാണെങ്കിൽ മറ്റാൾക്ക് കരച്ചിൽ. എത്ര വേഗത്തിൽ കാറ് വായിച്ചിട്ടും ത്രിലോകിൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടിയില്ല. ഗ്രീഷ്മയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ഒരു പെണ്ണല്ലേ എന്ന് കരുതി വെറുതെ വിട്ടതാണ്. വൈദ്യു അപ്പോഴും വിതുമ്പലോടെ കണ്ണുകൾ തുടച്ചു. ത്രിലോകിന് അത് കാണുമ്പോൾ തന്നെ അരിച്ചു കയറുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഇനിയിരുന്ന് മോങ്ങിയാൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ത്രിലോക് ദേഷ്യത്തിൽ പറഞ്ഞതും വൈദ്യു വായു പൊത്തിപ്പിടിച്ച് ശബ്ദമില്ലാതെ കരയാൻ നോക്കി. ഇടയ്ക്ക് അവളിൽ നിന്ന് കരച്ചിൽ ചീളുകൾ വരുമ്പോൾ ത്രിലോക് ഒന്ന് നോക്കും. ഉള്ള ദേഷ്യം മൊത്തം ഡ്രൈവിങ്ങിൽ തീർത്തിട്ടും മനസ്സ് ശാന്തമാവുന്നില്ല. അതിൻ്റെ കാരണവും അറിയുന്നില്ല. വൈദ്യു കരച്ചിൽ നിർത്തില്ല എന്ന് കണ്ടതോടെ ത്രിലോക് കാർ റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിച്ചു. ശാന്തമായി വൈദ്യുവിനെ നോക്കി. ഡോ, ഇങ്ങനെ കരയല്ലേ? അവളെന്തോ പറഞ്ഞെന്ന് കരുതി. ഏയ്. ത്രിലോക് അവളുടെ തോളിൽ കൈവച്ചതും ഒരു താങ്ങ് കിട്ടിയ പോലെ വൈദ്യു പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, മതിയടോ വൈദേഹി. വൈച്ചു. അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതോടെ ത്രിലോക് അല്പം മയത്തി പറഞ്ഞു. വൈച്ചു എന്ന് വിളിച്ചതും വൈദ്യു മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞത് കാരണം കണ്ണും മൂക്കും ചുവന്നിരിക്കുന്നു. കഴിഞ്ഞോ? വൈദ്യു ഒന്ന് മൂളി. എന്നാൽ പോവാലോ? വൈദ്യു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചതും ത്രിലോക് അവളെ തന്നെ നോക്കിയിരുന്നു. പോവുന്നില്ലേ? വൈദ്യു വിതുമ്പൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു. ത്രിലോകിന് ചിരി വന്നെങ്കിലും അവൻ ചിരിക്കാൻ നിന്നില്ല. ഇല്ല, തൻ്റെ കരച്ചിൽ നിൽക്കാതെ കാർ ഇവിടെ നിന്ന് ഒരിഞ്ച് പോലും നീങ്ങില്ല. വൈദ്യു കണ്ണും മുഖവുമെല്ലാം തുടച്ച് ത്രിലോകിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ത്രിലോക് അവളെ ഒന്ന് നോക്കിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ പിന്നെ പാർക്ക് ചെയ്തത് തട്ടുകടയിലായിരുന്നു. എനിക്കൊന്നും വേണ്ട. അവൻ ഡോർ തുറന്ന് ഇറങ്ങുന്ന കണ്ട് വൈദ്യു പറഞ്ഞു. അവനത് ശ്രദ്ധിക്കാതെ ഇറങ്ങി. 2 കൈയിലും ഫുഡ് വാങ്ങി അവൻ വൈദ്യുവിൻ്റെ അടുത്തേക്ക് ചെന്നു.
എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ. വൈദു പിന്നെ ഒന്നും മിണ്ടാതെ ഫുഡ് വാങ്ങി. ത്രിലോക് ഒരു സ്റ്റൂളെടുത്ത് അവളുടെ അടുത്തിരുന്നു. വൈദു ഡോർ തുറന്ന് അന്നിരുന്ന പോലെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. നല്ല വിശപ്പുണ്ടെങ്കിലും ഫുഡ് ഇറങ്ങുന്നില്ല. നുള്ളി നുള്ളി കഴിക്കുന്നവളെ ത്രിലോക് നോക്കി. ഫംഗ്ഷന് പോവാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷമായിരുന്നു. താനായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് ത്രിലോകിന് കുറ്റബോധം തോന്നി. വൈദു കുറച്ച് കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ത്രിലോക് അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് മതി. മുഴുവൻ കഴിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് പോവില്ല. വൈദു പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വാരി വലിച്ചു തിന്നു. അവൻ അവളുടെ പ്ലേറ്റ് വാങ്ങി തട്ടുകടയിലേക്ക് നടന്നു. കാറിൽ വെള്ളം തീർന്നതുകൊണ്ട് വൈദു ഇറങ്ങി. വെള്ളം തീർന്നു. അവൻ്റെ പുറകെ നടക്കുമ്പോൾ തട്ടുകടയിലെ മറ്റു ചിലർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ത്രിലോക് പ്ലേറ്റ് കൊടുത്തതും തട്ടുകടയിലെ പ്രായമായ അമ്മ പുഞ്ചിരിയോടെ വാങ്ങി. കുറച്ച് വെള്ളം വേണം. കുടിക്കാനല്ലേ? ആ. അവർ അപ്പുറത്ത് ദോശ എടുത്തു കൊടുക്കുന്ന ഭർത്താവിനെ നോക്കി. അയാൾ വേഗം മൂടി വെച്ച കുടത്തിൽ നിന്ന് വെള്ളമെടുത്ത് ത്രിലോകിന് നേരെ നീട്ടി. ത്രിലോക് അത് വാങ്ങി വൈദുവിന് കൊടുത്തു. ഇത് ആരാ? മോൻ്റെ ഭാര്യയാണോ? ആ. ത്രിലോക് വെള്ളം കുടിക്കുന്ന വൈദുവിനെ നോക്കി. വൈദു വെള്ളം കുടിച്ചു കഴിഞ്ഞ് ആ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ വലിയ ഇഷ്ടമാണെന്ന്. അമ്മ ചിരിച്ചു. വൈദു പുഞ്ചിരിയോടെ മൂളി. ത്രിലോകിന് ആശ്വാസം തോന്നി. ഒന്ന് പുഞ്ചിരിച്ചല്ലോ. പോവാം. ത്രിലോക് വൈദുവിനെ നോക്കി. ആ സ്ത്രീയുടെ വിശേഷങ്ങൾ പറയുന്ന വൈദു അവനെ നോക്കി തലയാട്ടി. അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാർ സ്റ്റാർട്ടാകുമ്പോൾ ത്രിലോകിനെ ഒന്ന് നോക്കിയവൾ. ആദ്യം കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവൻ ഡ്രൈവ് ചെയ്തു. എന്നെ ആ അമ്മ അന്വേഷിക്കാറുണ്ടോ? പോകുമ്പോൾ ഒക്കെ ചോദിക്കും. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? അന്ന് നിനക്ക് വയ്യായിരുന്നു. ഇനി അവർക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് നീ വയ്യാതെ ഇരിക്കുമ്പോൾ ഇറങ്ങി വരേണ്ടെന്ന് കരുതി. വൈദുവിൻ്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി. അപ്പോൾ എന്നെക്കുറിച്ച് ചിന്തയൊക്കെ ഉണ്ട്. കാർ വീടെത്തുന്നവരെ പിന്നെയൊന്നും മിണ്ടിയില്ല. ഡോർ തുറന്ന് റൂമിൽ കയറി ഒന്ന് മേൽ കുളിച്ചിറങ്ങിയപ്പോഴാണ് സമാധാനമായത്. ദോശ വാരി വിളിച്ച് തിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ദഹിക്കാത്ത പോലെ. വേഗം കിച്ചണിൽ പോയി ഒരു കട്ടൻ വെച്ച് കുടിച്ചാലേ ശരിയാവും. അങ്ങേർക്ക് വേണോ എന്തോ? എന്തായാലും രണ്ടാൾക്കും വയ്ക്കാം. ത്രിലോക് ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് കിച്ചണിൽ ലൈറ്റ് കണ്ടത്. പോയി നോക്കുമ്പോൾ വൈദു എന്തോ ഉണ്ടാക്കുകയാണ്. ഒരു സാധാ ചുരിദാറാണ് വേഷം. മുടി മുഴുവനായി മുകളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു. അതിൽ നിന്ന് വീണ് കൊടുക്കുന്ന കുറച്ച് മുടികൾ അവളുടെ കൃതാവിലെ നെറ്റിയിലുമായി. അതൊക്കെ നനഞ്ഞിട്ടുമുണ്ട്. മുഖമാണെങ്കിൽ ഫ്രഷായ ആപ്പിൾ പോലെ. കയ്യിലിരിക്കുന്ന ഫോൺ നോക്കി അവൻ ഉമ്മറത്തേക്ക് നടന്നു. അജിയോട് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഉള്ളിലേക്ക് കയറിയത്. അവൻ വന്നത് ഹാളിൽ TV കണ്ടിരിക്കുന്ന വൈദു വീണ്ടും കിച്ചണിലേക്ക് പോയി. തിരിച്ചു വന്നത് അവനൊരു ഗ്ലാസ് ചായയുമായാണ്. വൈദു അവന് നേരെ നീട്ടി. താങ്ക്സ്. ഞാൻ വേണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. അവൾ അതിന് പുഞ്ചിരിച്ചു. ത്രിലോക് ഇരുന്നത് ചെറിയ സെറ്റിയിലാണ്. വൈദു വലിയ സെറ്റിയിലും. അവൾ TVയിലേക്ക് നോക്കുമ്പോൾ ത്രിലോക് അവളെ നോക്കും. വൈദു എന്തോ പറയാൻ തിരിഞ്ഞപ്പോഴാണ് ത്രിലോക് നോക്കുന്നേ കണ്ടത്. അവൻ യാതൊരു ചമ്മലും കൂടാതെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. വൈദു വേഗം TVയിലേക്ക് തന്നെ നോക്കി. പിന്നെ ത്രിലോക് റൂമിലേക്ക് പോകുന്നേ കണ്ടു. അല്പം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നതും വൈച്ചു. ത്രിലോക് വിളിച്ചപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്തേ അങ്ങനെ വിളിക്കുന്നത്? ഇഷ്ടമല്ലേ? ഏയ്, എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെയാ വിളിക്കുക. അമ്മ എന്നോട് പറഞ്ഞു. അതും പറഞ്ഞ് കയ്യിലെ ഫയലിലെ പേപ്പേഴ്സ് ടേബിളിൽ വെച്ചു. വൈദുവിൻ്റെ നെറ്റി ചുടഞ്ഞു. ഭഗവാനെ, ഡിവോഴ്സ് വല്ലതും ആവോ? വാ. ത്രിലോക് വിളിച്ചപ്പോൾ ഉയർന്ന ചങ്കിടിപ്പോടെ അവൾ എഴുന്നേറ്റു. എന്താ ഇത്? വിറച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഇത് കോളേജ് അഡ്മിഷൻ. ക്ലാസ് മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. കോളേജിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പച്ചിയുടെ ഫ്രണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ. താൻ ഈ ഫോം ഫിൽ ചെയ്. നാളെ രാവിലെ പോയി ചേർന്നിട്ട് വരാം. ത്രിലോക് അവൾക്ക് നേരെ പേപ്പേഴ്സ് നീട്ടി. വൈദുവിൻ്റെ കണ്ണ് നിറഞ്ഞു. പഠിക്കാൻ ഒരുപാട് മോഹം തോന്നിയിട്ടുണ്ട്. ഡിഗ്രി വരെ കഷ്ടിച്ചാണ് പഠിച്ചത്. ഏയ്. ത്രിലോക് വീണ്ടും വിളിച്ചപ്പോൾ അവൾ കണ്ണ് തുടച്ച് ഫോം വാങ്ങി വേഗം ഫിൽ ചെയ്തു. നെയിം എഴുതുമ്പോൾ ത്രിലോക് ഇടം കണ്ണിട്ട് നോക്കി. വൈദേഹി ത്രിലോക് ജാദവ് എന്ന് എഴുതിയപ്പോൾ സന്തോഷം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ കണ്ണാടിയിൽ പോയി നോക്കി കുറേ ചിരിച്ചു. ഡോറി തട്ട് കേട്ടപ്പോഴാണ് മുഖമൊക്കെ ഗൗരവമാക്കി തിരിച്ചിറങ്ങിയത്. ഫിൽ ചെയ്തോ? ത്രിലോക് ഗൗരവത്തോടെ ചോദിച്ചു. വൈദു മൂളിക്കൊണ്ട് അത് അവനെ ഏൽപ്പിച്ചു. ത്രിലോക് അത് വാങ്ങി നോക്കി. അവൻ്റെ അഡ്രസ്സാണെന്ന് കണ്ടതും വീണ്ടും സന്തോഷം. നമ്പർ കൊടുത്തിരിക്കുന്നത് ആദ്യം അവളുടെയും രണ്ടാമത്തെ തൻ്റേതുമാണ്. അവൻ രക്ഷാകർത്താവിൻ്റെ ഭാഗത്ത് സൈൻ ചെയ്ത് അവൾക്ക് നേരെ നീട്ടി. അവളുടെ മുഖം നിലാവ് പോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ വയ്ക്കി. നാളെ പോകുമ്പോൾ എല്ലാം കൂടി എടുക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. വൈദു പതിഞ്ഞ സ്ഥലത്തോടെ പറഞ്ഞതും ത്രിലോക് ചുണ്ടുള്ളിലേക്ക് പിടിച്ച് ചിരിച്ച് റൂമിൽ കയറി. എന്താണ് തനിക്ക് പറ്റിയത്? ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ തന്നിൽ തോന്നുന്നു. എന്തൊക്കെയോ മാറ്റങ്ങൾ. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എടുത്തു നോക്കി.
അജിയാണ്. എന്തോ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ത്രിലോക് താല്പര്യമില്ലാതെ വാട്സപ്പ് തുറന്ന് അവൻ്റെ ചാറ്റ് എടുത്തു. ഫോട്ടോ ഡൗൺലോഡ് ആയതും ത്രിലോകിൻ്റെ കണ്ണുകൾ തിളങ്ങി. ആദ്യ എൻട്രൻസിൻ്റെ ഭാഗത്ത് താഴെ നിന്ന് പുഞ്ചിരിയോടെ താൻ കൈനീട്ടുമ്പോൾ അവൾ സ്റ്റെപ്പിൽ നിന്ന് തലതാഴ്ത്തി കൈ ചേർക്കുന്നത്, പിന്നെ ഫംഗ്ഷൻ ഹാളിൽ ചെന്ന് വൈദു മുകളിലേക്ക് വിടർന്ന കണ്ണുകളോടെ നോക്കുന്നതും വൈദുവിനെ ത്രിലോക് പ്രണയത്തോടെ നോക്കുന്നതും ആ ഫോട്ടോ ത്രിലോകിൻ്റെ വളരെ ഇഷ്ടമായി. അപ്പോൾ തന്നെ വാട്സപ്പ് DP ആയും ലോക്ക് വാൾപേപ്പറായും ആ ഫോട്ടോ വെച്ചു. അതിലൂടെ ഒന്ന് വിരലൊടിച്ചു. ഉറക്കം വരാതെ ഫോണിൽ കല്യാണ ഫോട്ടോ നോക്കി കിടക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അജയാണെന്ന് കണ്ടപ്പോൾ അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്തോ ഫോട്ടോ ആണ്. വേഗം എടുത്ത് തുറന്നു നോക്കി. ഫംഗ്ഷന് പോയപ്പോൾ എടുത്ത തൻ്റെയും ത്രിലോകിൻ്റെ ഫോട്ടോയാണ്. ത്രിലോക് രവി അങ്കിളിനോട് സംസാരിക്കുമ്പോൾ ത്രിലോകിനെ പ്രണയത്തോടെ നോക്കുന്ന താൻ, പിന്നെ ലേറ്റ് വർക്കുകൾ നോക്കുമ്പോൾ ത്രിലോക് തന്നെ നോക്കുന്നതും, എൻട്രൻസിൽ വെച്ച് തല താഴ്ത്തി കൈ ചേർക്കുന്നതും. വൈദു വേഗം വാട്സപ്പ് DP ആയി ആ ഫോട്ടോ വെച്ചു. വാൾപേപ്പർ കല്യാണ ഫോട്ടോയാണ്. അച്ഛനും അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത്. അന്ന് രാത്രി രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് വൈദു റെഡിയാവാൻ പോയത്. ത്രിലോകും അല്പനേരം വൈകി എഴുന്നേറ്റു. സമയം കണ്ട ഉടനെ അവൻ വേഗം റെഡിയാവാൻ തുടങ്ങി. രണ്ടാളും 9 മണിയോടെ ഇറങ്ങി. സാധാ വൈറ്റ് കളർ ഫുൾ സ്ലീവ് ചുരിദാറായിരുന്നു വൈദു ധരിച്ചത്. റെഡ് കളർ കോട്ടൺ ഷോളും ലൂസാക്കിയിട്ട മുടിയും ഒരു ചെറിയ ബാഗും ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ഇറങ്ങുമ്പോൾ മുടി കാറ്റിൽ പാറുന്നുണ്ടായിരുന്നു. ചെവിക്ക് പുറകിലേക്ക് മുടി ഒതുക്കി വെച്ചപ്പോൾ ത്രിലോക് കാറിലിരുന്ന് തലയൊന്ന് കുടഞ്ഞ് നോട്ടം മാറ്റി. ലേറ്റ് ആയോ? സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനിടയ്ക്ക് വൈദു ചോദിച്ചു. കുറച്ച്, കുഴപ്പമില്ല. ത്രിലോക് കാർ സ്റ്റാർട്ടാക്കി. വൈദു അതിനിടയ്ക്ക് ഫോൺ എടുത്തു നോക്കി. ത്രിലോകിൻ്റെ DP കണ്ടതും അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ട് ത്രിലോക് ചിരിച്ചു. അവൾ നോക്കിയപ്പോൾ മുഖം ഗൗരവത്തിലാക്കി ഡ്രൈവ് ചെയ്തു. അരമണിക്കൂർ എടുത്തു കോളേജിലെത്താൻ. ഒരു സാധാ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വൈദു ചുറ്റും നോക്കി. വാ, അവൻ കൈ കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ വൈദയെ കയറ്റി കയ്യിൽ പിടിക്കാനാവുമെന്ന് അവൾ വേഗം വന്ന് കൈ ചേർക്കുമ്പോഴേക്കും അവൻ പോക്കറ്റിൽ കൈയിട്ട് ഫോണെടുത്ത് അത് നോക്കി നടന്നു. വൈദു മുഖം വീർപ്പിച്ചു. ആരെയോ ഫോൺ ചെയ്തിട്ട് അവൻ ഫോൺ പോക്കറ്റിൽ തന്നെ തിരുകി. വൈദുവിനെ എന്ന് തിരിഞ്ഞു നോക്കി. അവൾ അവൻ്റെ പുറകിൽ മെല്ലെയാണ് നടന്നു വരുന്നത്. അല്ലെങ്കിൽ ലേറ്റായി. ഒന്ന് വേഗം വാ വൈദേഹി, കുറച്ച് കടുപ്പത്തോടെ പറഞ്ഞതും വേഗം അടുത്തേക്ക് ഓടി വന്ന് വേഗം നടന്നു. അജിയും ഇന്ന് വന്നിട്ടില്ല. അവൻ ഇന്ന് ബാംഗ്ലൂർ പോകുമെന്ന് പറഞ്ഞിരുന്നു. പുതിയ ഷോറൂമിൻ്റെ പണി ഇനിയുമുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് കയറി അഡ്മിഷൻ എല്ലാം ശരിയാക്കി ഇറങ്ങി. നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞ് ശരിയാക്കി ത്രിലോകും വൈദു ഇറങ്ങി. വൈദുവിനെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് വേണം ഓഫീസിൽ പോവാൻ. സമയം വൈകുമെന്ന് ഉറപ്പായി. കാറിൽ പോകുമ്പോൾ വൈദു മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. ത്രിലോക് അവളെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും അങ്ങനെ തന്നെ. നമുക്ക് ഓഫീസിൽ പോയാലോ? താൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ത്രിലോക് അത് മൈൻഡാക്കാതെ കാർ നേരെ ഓഫീസിലേക്ക് വിട്ടു. വലിയ ഗേറ്റ് കടന്ന് രാംനാഥ് കൺസ്ട്രക്ഷൻ എന്ന വലിയ കെട്ടിടത്തിലേക്ക് കാർ വന്ന് നിന്നു. ത്രിലോക് ഇറങ്ങി മുന്നേ പോയി. വൈദു ഇറങ്ങി ചുറ്റും നോക്കി. 5 നിലകളായി സ്ഥിതി ചെയ്യുന്ന രാംനാഥ് കൺസ്ട്രക്ഷൻ കൂടാതെ ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്. ദൈവമേ, ഇങ്ങേര് ഇത്ര വലിയ കോടീശ്വരനാണോ? വൈദു കണ്ണു തള്ളി ഉള്ളിലേക്ക് കയറി. നല്ല സുന്ദരിമാരായ മോഡേൺ പെൺകുട്ടികൾ എല്ലാവരും വർക്കിൽ മുഴുകിയിരിക്കുന്നു. ചിലർ ഫയൽസ് പിടിച്ച് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഹലോ, റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി വിളിച്ചപ്പോൾ വൈദു തിരിഞ്ഞു. ഇൻ്റർവ്യൂ 3rd ഫ്ലോറിലാണ്. അതിന്? വൈദു നെറ്റി ചൊളിച്ചു.